ഒരു കാലത്ത് ഒരു മനോഹരമായ ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിന് പുറത്ത് ഒരു മനോഹരമായ വീടുണ്ടായിരുന്നു. ആ വീട്ടിന് സമീപം ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ വീട്ടുടമയുടെ ഭാര്യ ആ ഊഞ്ഞാലിനെ കണ്ടു. അതിൽ ഊഞ്ഞാലാടണമെന്ന് ആഗ്രഹിച്ചു. എന്താണ് ആ ഊഞ്ഞാലമുണ്ടോ? എത്ര മനോഹരാണിത്. എനിക്ക് ആ ഊഞ്ഞാലിൽ ഊഞ്ഞാലാടണമെന്ന് തോന്നുന്നു. വേണ്ട ഫ്ലുതി, ആ ഊഞ്ഞാലിനെ കുറിച്ചും ആ മരത്തെക്കുറിച്ചും നാം ഈ വീട് വാങ്ങുമ്പോ ഈ ഗ്രാമവാസികൾ കഥകളും പറഞ്ഞിരുന്നു. അത് വളരെ അപകടകരമായ ഊഞ്ഞാലാണെന്നും ആ മരത്തിൽ ഭൂതമുണ്ടെന്നും എനിക്ക് പലരും പറഞ്ഞു. പക്ഷേ നിനക്ക് ഈ വീട് വളരെ ഇഷ്ടമായതിനാലാണ് ഞാൻ ഈ വീട് വാങ്ങിയത്. എന്താ നിങ്ങൾ പറയുന്നത്? ഇപ്പോഴത്തെ കാലത്തും ഇനിയും ഭൂതങ്ങൾ ഉണ്ടോ? ആരും പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങളും അങ്ങനെ പിച്ചവന്മാരെ പോലെ സംസാരിക്കണം. സുമതി, എന്നോട് വാദിക്കാതെ വീട്ടിലേക്ക് പോവാ. ഞാൻ മാർക്കറ്റിലേക്ക് പോയി സാധനങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ. എന്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും നിങ്ങൾ സാധിച്ചു തരില്ല. സമയം രാത്രി 12 മണിയാവുന്നു. ഭാര്യയും ഭർത്താവും ഇരുവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോ പെട്ടെന്ന് പുറത്തുനിന്ന് ആരോ ഒരാള് വളരെ ദയനീയമായ രീതിയിൽ വലിയ ശബ്ദത്തിൽ കരയുന്നത് പോലെ അവർക്ക് കേൾക്കാനിടയായി. ഭാര്യയും ഭർത്താവും ഇരുവരും ഉണരുന്നു. പുറത്തുനിന്ന് ആരോ കരയുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. അതേ സുമതി, ആരോ വളരെ കരയുന്നു. ഇത്ര രാത്രി സമയത്ത് ഇങ്ങനെ ഭയങ്കരമായ ആരോ കരയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും മനുഷ്യനായിരിക്കില്ല, എന്തോ ഭൂതായിരിക്കും. എനിക്ക് ഭയം തോന്നുന്നു സ്വാതി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മുന്നോട്ട് വാ, ആദ്യം എന്താണെന്ന് നോക്കാം. ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരും ധൈര്യം സംഭരിച്ച് എന്താണെന്ന് ശരിക്കും കാണാനായി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അവിടെ ഒരു പെൺകുട്ടി ഊഞ്ഞാലിരുന്ന് വലിയ ശബ്ദത്തിൽ കരയുകയും ഊഞ്ഞാലാടുകയും ചെയ്യുന്നു. സുമതി, ഞാൻ പറഞ്ഞില്ലേ ഭൂതമുണ്ടെന്ന്. നീ എന്റെ വാക്ക് വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ നോക്ക്, നിനക്ക് കാണുന്നുണ്ട് ആ ഭൂതം. അത് ഭൂതമല്ല, ആര് പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. പാപം, എന്തോ കഷ്ടം വന്നിരിക്കണം. അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയലോ. അടുത്തേക്ക് പോയി ആരാണെന്ന് ചോദിക്കാം. വാ. എന്താ സുമതി, നിനക്ക് പിച്ചു പിടിച്ചോ? ഭൂതം കണ്ടിട്ട് ആരോ പെൺകുട്ടിയാണെന്ന് പറയുന്നേ. നിനക്ക് കണ്ണ് ശരിയായി കാണുന്നില്ല. എന്താ? നാം അതിന്റെ അടുത്തേക്ക് പോയാൽ അത് നമ്മളെ കൊല്ലും. പോയിക്ക്, ശാന്തമായി കിടക്ക. വാ. നിങ്ങളെ ഭയത്താൽ എന്നെയും കൊല്ലുവാട്. നിങ്ങൾക്ക് എന്ത് കണ്ടാലും ഭൂതം പോലെ തോന്നുന്നു. അടുത്തേക്ക് പോയി നോക്കമ്മ, ഒന്നും സംഭവിക്കില്ല. ഞാനെന്തല്ലോ. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം വെങ്കടരാവും സുമതിയും ധൈര്യമായി ആ ഊഞ്ഞാലിന്റെ അടുത്തേക്ക് പോകുന്നു. ആരാ നീ അമ്മേ? ഇത്ര രാത്രി സമയത്ത് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നുവേ? ആ ദെയ്യം വിളിച്ചാലും മറുപടി പറയാതെ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഊഞ്ഞാലിൽ ഊങ്ങിക്കൊണ്ടിരിക്കും. ഏത് പെൺകുട്ടിയാ? നിനക്കാണ് വിളിച്ചത്. എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? വിളിക്കുമ്പോ ചെവി കേൾക്കുന്നില്ലേ? വെങ്കടരാവ് ഭയത്തോടെ വിറച്ച് അവിടെ നിന്ന് എപ്പോഴാണ് ഓടിപ്പോകാനാവുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പേര് മയൂരി. ഈ വീട്ടിലെ നിങ്ങൾക്ക് മുമ്പ് ഉടമയായിരുന്നത് ഞാനാണ്. ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലാണ് താമസിക്കണം. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ഈ വീട് പണിതതാണ്. സന്തോഷത്തോടെ വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഒരു കാരണത്താൽ ഞാൻ മരിച്ചുപോയി. എങ്കിലും ഈ വീട്ടിൽ ജീവിക്കണമെന്ന് എന്റെ ആഗ്രഹം നിറവേറ്റാനായില്ല. അതിനാലാണ് ഞാനിവിടെ ആത്മാവായി തുടരുന്നത്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഈ വീട് വാങ്ങി. എന്റെ വീട്ടിൽ നിങ്ങൾ സന്തോഷത്തോടെ താമസിക്കുന്നത് എനിക്കിഷ്ടായില്ല. അതിനാലാണ് ഞാൻ കരയുന്നത്. ദയവായി നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്നും വേഗത്തിൽ ഇറങ്ങിപ്പോകാൻ തയ്യാറാവണം. എന്ത്? നാം വീട് വിട്ടു പോകണോ? അതെങ്ങനെ സാധിക്കും? നാം വളരെ പണം ചെലവഴിച്ച് ഈ വീട് വാങ്ങിയതാണ്. ഇതിപ്പോ നമ്മുടെ വീടാണ്. നാം എവിടെയും പോവില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നു. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നിങ്ങൾക്ക് മുമ്പ് മറ്റൊരാളുകളെ ഈ വീട് വാങ്ങിയിരുന്നു. അവരും എല്ലാവരും ഇങ്ങനെ തന്നെ പോവില്ലെന്ന് എന്നോട് തർക്കിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ അവരുടെ കഴുത്ത് മുറിച്ച് രക്തം കുടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. നിങ്ങൾ അങ്ങനെ മരിക്കുവോ അല്ലെങ്കിൽ മാന്യമായി വീട് വിട്ടു പോകുവോ? ആണ് ദെയ്യം. നിന്റെ ഭീഷണികൾക്ക് ഭയപ്പെടുന്നവരൊന്നും ഇല്ല ഇവിടെ. ഇത് നമ്മുടെ വീട്. ഇവിടെ നിന്ന് ഞങ്ങൾ എവിടെയും പോവില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണോ ചെയ്യ. എന്താ നിങ്ങൾ ഒന്നും പറയുന്നില്ലേ? പറയൂ, ആ ദെയ്യത്തിന് നമ്മൾ ഭയപ്പെടുന്നില്ലെന്ന്. അതെ ദെയ്യം സാർ, നിങ്ങൾ വളരെ അന്യായമായി സംസാരിക്കുന്നു. ഇത് നമ്മുടെ വീട്. നാം എന്തിന് വീട് വിട്ടു പോടും? ഇഷ്ടമെങ്കിൽ നമ്മൾ എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ കഴിയാം. എന്താ നീ പകൽക്കനവിൽ സംസാരിക്കുകയുള്ളയുള്ള? എന്നോടൊപ്പം കഴിയാനുള്ള ധൈര്യം നിങ്ങൾക്കൂടാ. എനിക്ക് ദിവസവും കുടിക്കാൻ രക്തം വളരും. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ നിങ്ങളുടെ രക്തം കുടിക്കണമെന്ന് തോന്നും. അപ്പൊ നിങ്ങളുടെ രക്തം എനിക്ക് തല്ലയോ? അയ്യോ ദെയ്യത്തെ, രക്തം കുടിക്കാൻ എന്തിനാ? അത്ര അസഹ്യമായ കാര്യ. നിങ്ങൾ ഞങ്ങളെ പോലെ നല്ല വെള്ളം കുടിച്ചാൽ മതി അല്ലേ? ആ ദെയ്യത്തിന് എന്തിനാ നിങ്ങൾ ഇങ്ങനെ അപേക്ഷിക്കുന്നത്? അതെന്ത് ചെയ്യാനാണോ ചെയ്യട്ടെ, നമ്മളോ ഇവിടുന്ന് എങ്ങും പോകില്ല.
സുമതിയുടെ ആ വാക്കുകൾ കേട്ട് ദെയ്യത്തിന് അത്യന്തം കോപം വന്നു. എത്ര അഹങ്കാരമാണ് നിനക്ക്! നിങ്ങൾ ആളുകൾ നല്ല ഗുണം പറഞ്ഞാലും കേൾക്കാറില്ല. ഇപ്പൊ നോക്കൂ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യൂത്? ദെയ്യമേ, ഞങ്ങൾക്ക് നാളെ രാവിലെ വരെ സമയം തരൂ. ഇത്ര അർദ്ധരാത്രിയിൽ പോകാൻ പറഞ്ഞ ഞങ്ങൾ എവിടേക്ക് പോവും? നാളെ രാവിലെ തന്നെ വീട് ഒഴിഞ്ഞു പോവാ. ദയവായി ഞങ്ങളെ വിട്ടയച്ചോ. അങ്ങനെ വരൂ അടിക്ക്. ശരി, നിങ്ങൾക്ക് നാളെ രാവിലെ വരെ അവസാനമായി സമയം അനുവദിച്ചു തരാം. നാളെ രാവിലെ തന്നെ ഈ വീട് പൂർണ്ണമായും ഒഴിഞ്ഞു പോയിക്കൊള്ളണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ജീവൻ രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇരുവരുടെയും കഴുത്ത് കടിച്ച് രക്തം കുറിച്ച് നിങ്ങളെ ഞാൻ കൊന്നുകളയും. പുലർച്ചെ തന്നെ വെങ്കട്ടരാവും സുമതിയും വീട് വിട്ടു പോകുന്നു. അതിനുശേഷം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുമതിയും വെങ്കട്ടരാവും ആ വീട് വിൽപ്പനയ്ക്ക് വെക്കുന്നു. വീട് വാങ്ങാൻ പുള്ളാരാവു എന്നൊരാൾ അവിടെ എത്തുന്നു. ഇതാണ് ഞങ്ങൾ വിൽക്കാൻ പോണ വീട്, ഒരിക്കൽ അകത്തേക്ക് പോയി നോക്കോ. എന്താണ്, വീട് കാണിച്ചു തരാൻ നിങ്ങളൊന്ന് അകത്തേക്ക് വരുന്നില്ലേ? അയ്യോ, എന്തിനാ വരരുതെന്ന്? വരൂ. വീട് വളരെ നല്ലതാണ്, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. അയ്യോ, എന്തിനാ സംശയം? അവസാനം എന്താണത്? വീട് ഇത്ര മനോഹരവും വളരെ വലുതുവാ, പക്ഷെ കുറഞ്ഞ വിലയ്ക്ക് എന്തിനു വിറ്റു തരുന്നു? അതെങ്കില് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതാണ് എന്റെ സംശയം. അയ്യോ, അത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല പുള്ളാരാവു സാറ്. എനിക്ക് ജോലി ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി. വീണ്ടും ഇവിടെ എപ്പോഴാണ് വരികയെന്ന് പോലും അറിയില്ല. അതിനാലാണ് വീട് വിറ്റു തരുന്നത്. അത് മാത്രമേ ഉള്ളൂ, വീട്ടിൽ മറ്റൊന്നും പ്രശ്നമില്ല. ശരി വെങ്കട്ടരാവു സാർ, നിങ്ങളെ വീട് എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങളെ വീട് ഞാൻ വാങ്ങും. നാളെ തന്നെ പണം കൊടുക്കാം. നാളെ തന്നെ രജിസ്ട്രേഷൻ കൂടി കൊടുക്കാം. എന്ത് പറയാമോ? വളരെ സന്തോഷം പുള്ളാരാവു സാർ. നിങ്ങൾ നാളെ രാവിലെ തന്നെ വരിക. പണം ഞങ്ങളുടെ കയ്യിൽ കൊടുത്ത് വീട്ടിന്റെ പത്രങ്ങൾ എടുത്തു പോവോ. അങ്ങനെ വെങ്കട്ടരാവു വീട്ടിൽ ഭൂതമുണ്ടെന്ന കാര്യം പറയാതെ വഞ്ചിച്ച് ആ വീട് പുള്ളാരാവിന് വിറ്റു തരുന്നു. അതിനുശേഷം കുറച്ചു ദിവസങ്ങൾക്കകം പുള്ളാരാവ് തന്റെ ഭാര്യയോടൊപ്പം സന്തോഷത്തോടെ ആ വീട്ടിൽ കാലുവെക്കുന്നു. ഈ വീട് വളരെ നല്ലതാണ്. എനിക്ക് വളരെ ഇഷ്ടമായി. ആ മരത്തിലുള്ള ഊഞ്ഞാൽ എത്ര മനോഹരാണല്ലേ. ഞാൻ ഒരു പ്രാവശ്യം ആ ഊഞ്ഞാലിൽ ഊങ്ങിനല്ല. എനിക്ക് ബാല്യകാലം മുതലേ ഊഞ്ഞാലിൽ ഊങ്ങുന്നത് വളരെ ഇഷ്ടമാണ്. പത്മ, ഇന്ന് മുതൽ ഈ വീട് നമ്മുടേതാണല്ലോ. ഊഞ്ഞാല് വേണമെങ്കിൽ എപ്പോഴും ഊവാം. ആദ്യം വീട്ടുക്കുള്ളിൽ പോയി സാധനങ്ങൾ ഒത്തുചേർക്കാം ബാ. അങ്ങനെ ഭർത്താവും ഭാര്യയും അവരുടെ പുതിയ വീട്ടില് വൈകുന്നേരം വരെ സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നു. ഇതുവരെ ഇരുണ്ടിരിക്കലോ, തികച്ചും രാത്രി 12 മണിയാവും. അപ്പൊ അവർക്കൊരു പെൺകുട്ടിയുടെ ഭയാനകമായ കരച്ചിൽ കേൾക്കുന്നു. എന്താ ഇത്? പുറത്ത് ആര് സങ്കടത്തോടെ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. പത്മ, അതേതോ നായയുടെ കുറച്ചെങ്കിലും. എങ്കിൽ ഈ സമയത്ത് ഇവിടെ വന്ന ആരാണ് കരയുന്നത്? അങ്ങനൊന്നും ഉണ്ടാവില്ല, കേനക്കു. അല്ല, ആരോ പെൺകുട്ടി വലിയ ശബ്ദത്തിൽ കരയുണ്ടോ? പാവം, എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കാം. പോയി നോക്കാം വാ. അയ്യോ, എന്റെ വാക്ക് ഒരിക്കലും കേൾക്കില്ലല്ല നീ. ശരി, പോയി നോക്കാവാ. അങ്ങനെ ഭർത്താവും ഭാര്യയും ഇരുവരും പുറത്തേക്ക് പോയി ആരാണ് കരയുന്നതെന്ന് നോക്കുന്നു. അപ്പൊ ആ ഊഞ്ഞാലിരുന്ന ഭൂതം വലിയ ശബ്ദത്തിൽ കരയുകയും ഊഞ്ഞാൽ ആടുകയും ചെയ്യുന്നു. നോക്കിയോ, ആ ഊഞ്ഞാലിലെ വെളുത്ത സാരി ധരിച്ച് മുടി മുഴുവൻ മുന്നിലേക്ക് വീണു. ആരോ പെൺകുട്ടി കരയുകയും ഊഞ്ഞാൽ ആടുകയും ചെയ്യുന്നു. അത് പെൺകുട്ടിയല്ല, പത്മഭൂതമാണ്. എന്താണ് നിങ്ങൾ പറയുന്നത്? അത് ഭൂതമെന്നോ? അതെ പത്മ, അത് ഭൂതം തന്നെയാണ്. നാം അതിന്റെ അടുത്തേക്ക് പോയാ ആ ഭൂതം നമ്മളെ കൊല്ലും. അകത്തേക്ക് പോവാം വാ. ഉടൻ അകത്തേക്ക് പോകാം. ഞാൻ ആ ഭൂതത്തെ കണ്ടപ്പോ തന്നെ കാലും കയ്യും വിറയുന്നു. ഭൂതത്തെ കണ്ട പുള്ളാരാവും പത്മയും ഭയത്തോടെ വിറച്ച് വീട്ടിലേക്ക് ഓട്ടി കയറി വാതിലുകൾ അടച്ചു കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഹോസ്റ്റലിൽ നിന്ന് പുള്ളാരാവിന്റെ മകള് വീട്ടിലേക്ക് വരുന്നു. അമ്മേ, ഇങ്ങനെയുണ്ട്? സുഖാണോ? ഞാൻ സുഖായിരിക്കുന്നുണ്ടേ. നീ എങ്ങനെയുണ്ട്? പരീക്ഷകൾ അടുത്തിരിക്കുന്നല്ലേ? നന്നായി പഠിക്കുന്നോ? എനിക്കെല്ലാം സൂത്ര. നീ പഠനം പറയണോ? എപ്പോഴും അതുപോലെ അടല്. നന്നായി പഠിക്കുക. അച്ഛൻ, നിങ്ങൾ എങ്ങനെയുണ്ട്? സുഖാനൂണ്. അച്ഛാ, എനിക്ക് പുതിയ വീട് വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് ജാൻസി മരങ്കിഴക്കേക്ക് പോയി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും. എന്താണ് വിശേഷങ്ങളെന്ന് പറയൂ. ഒന്ന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കോ? എന്താണ് പത്മ, എന്താണ് സംഭവിച്ചത്? ജാൻസി ആ മരത്തിനടുത്തേക്ക് കൂടി ആ ഊഞ്ഞാലാടുന്നത് നോക്കൂ. എനിക്ക് ഭയാണ്. ഇപ്പൊ തന്നെ പോയി എടുത്തോണ്ട് വരാം. എന്റെ കൂടെ വരൂ. ജാൻസി, ഇവിടെ എന്ത് ചെയ്യുന്നു മോളെ? വീട്ടിലേക്ക് പോവാ. പോയോ? എന്താ സംഭവിച്ചാ? എന്നെ കുറച്ചു നേരം കൂടി ഊഞ്ഞാലാടാൻ അനുവദിക്കൂ. ആ ഊഞ്ഞാലിൽ അരിയാൻ വഹിച്ചോ. മിണ്ടാതെ വേഗം വീട്ടിലേക്ക് വരൂ. എന്താണ് സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ ഊഞ്ഞാലാടുന്നു പറഞ്ഞാൽ അമ്മ എന്നോട് കോപിക്കുന്നു. ഊഞ്ഞാലാടുന്നത് പോലും തെറ്റാണോ? അങ്ങനെയൊന്നുമില്ലമ്മ.
ഇവയെല്ലാം ഞാൻ നിനക്ക് പിന്നീട് പറയും. ഇപ്പൊ വീട്ടിലേക്ക് വരൂ. അതിനുശേഷം വീണ്ടും രാത്രി 12 മണിയാകും. അപ്പൊ പുള്ളാരാവും പത്മിയും നല്ല ഉറക്കത്തിലായിരിക്കും. അതിനിടയില് ആരോ വലിയ ശബ്ദത്തിൽ ചിരിക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കുന്നു. എന്താ ചേട്ടാ, ആരോ വലിയ ശബ്ദത്തിൽ ചിരിക്കുന്നത് പോലെ പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു ചേട്ടാ. ഇനി ആരായിരിക്കും? ആ ഭൂതം തന്നെയായിരിക്കും. നാം പുറത്തു പോയാലേ അത് നമ്മളെ കൊയ്യും. ശാന്തമായി കിടക്കൂ. ശരി, ഈ ഝാൻസി ആരാണ്? അയ്യോ, എനിക്ക് എന്തോ ഭയമുണ്ട്. പോയി നോക്കാൻ ചേട്ടാ. അങ്ങനെ ഭർത്താവും ഭാര്യയും പുറത്തേക്ക് പോയി നോക്കുന്നു. അപ്പോ ആ ഊഞ്ഞാലിലെ ഝാൻസി ഇരുന്നു വലിയ ശബ്ദത്തിൽ ചിരിക്കുകയും ഊഞ്ഞാലാടുകയും ചെയ്യുന്നു. ചേട്ടാ, നമ്മുടെ ഝാൻസിയെ കണ്ടോ? ഇത്ര രാത്രി സമയത്ത് ഊഞ്ഞാലാടിക്കൊണ്ട് പിതൃഭാവത്തിൽ വലിയ ശബ്ദത്തിൽ ചിരിക്കുക. എനിക്കെന്തോ ഭയമുണ്ട്. വേഗം പോയി ഝാൻസിയെ വീട്ടിലേക്ക് കൊണ്ടുവരാം. വരൂ. അല്ലേ ഝാൻസി, ഇത്ര രാത്രി സമയത്ത് എന്താ അമ്മേ ഈ പിതുമടി? ഊഞ്ഞാലാടിച്ചോണ്ട് ഭൂതം പോലെ ചിരിക്കുകയാണ് നീ. അതേടാ, ഞാൻ ഭൂതം തന്നെയാണ്. എന്റെ വീട്ടിൽ ഞാൻ സന്തോഷത്തോടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോ നിനക്കെന്താ പ്രശ്നം? അച്ഛനോടൊക്കെ എന്താ ഈ പിതൃവിളക്ക്? മര്യാദയോടെ ഊഞ്ഞാലാടണോ? വീട്ടിലിടുവാ. ഓയ് പത്മ, ഞാൻ ഝാൻസി അല്ല. ഈ വീട്ടിലുള്ള ഭൂതം മയൂരിയാതെ. ഈ വീട് പണിത യജമാനൻ ഞാനാണ്. എന്റെ സമയം നല്ലതായിരുന്നില്ല. അപ്രതീക്ഷിതമായി ഞാൻ മരിച്ചു. പക്ഷേ ഈ വീട്ടിൽ ജീവിക്കണമെന്ന് എന്റെ ആഗ്രഹം നിറവേറാതെ ഞാൻ ഇവിടെ ഭൂതമായി തുടരുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ വെങ്കടരാവിനോട് ഈ വീട് ഒഴിപ്പിച്ചു. പക്ഷേ അവൻ നിങ്ങളെ വഞ്ചിച്ച് ഈ വീട് നിങ്ങൾക്ക് വിറ്റു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ വെങ്കടറാവു ഈ വീടെങ്ങനെ ഇത്ര കുറഞ്ഞ വിലക്ക് വിൽക്കുന്നു. വീട്ടില് ഭൂതമുണ്ടെന്ന് പറയാതെ എന്നെ വഞ്ചിച്ച് അവന് വീടെനിക്ക് വിറ്റു. കേക്കു ഭൂതമേ, ദയവായി ഞങ്ങളുടെ പെൺകുട്ടിയെ വിറ്റുവല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന എന്നെ കൂടി അടിയ. എന്തായാലും പത്മ, നീ എന്നെ ഭീഷണിപ്പെടുത്തു പോ. ഞാനൊരു ഭൂതാണ്. നീ എന്നോട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വീട്ടിൽ ഇനി ആരും വരാതിരിക്കാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ മകളെ കൊല്ലും. ഇവളെ മരണത്തോടെ ഈ വീട് വാങ്ങാൻ ആരും വരില്ല. അപ്പൊ എന്റെ വീട്ടില് ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. എന്താണ് ഈ ഭൂതം നമ്മുടെ പെൺകുട്ടിയെ കൊല്ലാൻ പോകുന്ന പോലെ തോന്നുന്നു. എന്തെങ്കിലും ചെയ്യൂ. പുള്ളാരാവ് ഉടൻ ഗ്രാമത്തിലേക്ക് ഓട്ടിപ്പോയി മരത്തിന് കീഴിലിരിക്കുന്ന ഒരു സ്വാമിജിയോട് എല്ലാം വിശദീകരിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അയ്യോ സ്വാമിജി, ആ ഭൂതന്റെ ഭാര്യയെ കൊണ്ടുവന്നു, രക്ഷിക്കൂ. നീ ഭയപ്പെടണ്ട പുള്ളാരാവ്, ആ ഭൂതത്തെ ഞാൻ നോക്കിക്കോളാം. സ്വാമിജി തന്റെ കയ്യിലുള്ള മന്ത്രദണ്ഡം എടുത്ത് ഝാൻസിയുടെ തലയിൽ വെക്കുന്നു. ഉടൻ തന്നെ ഝാൻസിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഭൂതം പുറത്തേക്ക് വരുന്നു. ഏയ് സ്വാമിജി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മേലെ നിന്റെ മന്ത്രശക്തി കാണിക്കാമോ? ഇപ്പൊ ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു നോക്ക്. ഭൂതം കോപത്തോടെ സ്വാമിജിയെ പിടിച്ച് വായുവിലേക്ക് ഉയർത്തുന്നു. ഉടൻ തന്നെ സ്വാമിജി തന്റെ കയ്യിലുള്ള മന്ത്രദണ്ഡം ഭൂതത്തിന്റെ തലയിൽ വെക്കുന്നു. ഭൂതം നശിക്കുന്നു. നന്ദി സ്വാമിജി, സമയത്തെത്തി. ഞങ്ങളുടെ പെൺകുട്ടിയെ രക്ഷിച്ചു. ഇനി നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഇവിടെ നിങ്ങൾ സന്തോഷത്തോടെ കഴിയാം. ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഊഞ്ഞാലും നിങ്ങൾക്ക് ദിവസവും ആണം. വേറെ ഊഞ്ഞാലും ആടാമോ? നന്ദി സ്വാമിജി.